സാധാരണ നമുക്ക് പാചകത്തിൽ ഒരു വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും, രുചിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ പാചകം ഒരു കലയാണ്. അതെ, അത് തന്നെയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം ഇത്തരത്തിൽ കാർട്ടൂൺ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും. അതിന്റെ അതേ വരയ്ക്കാനുള്ള ടേസ്റ്റും വേണം, അറ്റ് ദ സെയിം ടൈം കുക്ക് ചെയ്യാനുള്ള അതിന്റെ ഒരു ബേക്കിംഗ് ടേസ്റ്റും കൂടെ വേണം. ബേക്കിംഗ് കറക്റ്റ്. വെൽ, ഇനി പറയൂ. അതായത് നമുക്ക് ഒരുപാട് ഡിസൈനർ കേക്ക്സ് നമ്മൾ കണ്ടു. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കേക്കാണത്. ഇതിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് റെഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ്. റെഡ് ഫ്ലവേഴ്സ്, റോസ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു കളർ തീം തന്നെ വളരെ ഭംഗിയാണ്. മാത്രമല്ല ഇതെല്ലാം നമുക്ക് കഴിക്കാം. ഇത് ഈ ഒരു കാർഡ്ബോർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം കഴിക്കാം. സോ അത്രയും മനോഹരമായ കേക്കിന്റെ ഒരു കലവറയാണ്. കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ കൊതി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ. അച്ഛനും അമ്മയും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് ഒരു ബേക്കേഴ്സ് വോക്കിലേക്ക്. മനോഹാരിത മാത്രമല്ല, നമുക്ക് ആർക്കും കഴിക്കാവുന്ന ഒരു രീതിയിലാണ് ഇവിടെ എല്ലാം ബേക്ക് ചെയ്യുന്നത്. എല്ലാം പ്യുവറായിട്ട് 2 days കൂടുതൽ വെക്കാറില്ല, എല്ലാം പ്യുവർ ആയിട്ടാണ്. രഞ്ജിത്ത് പറയൂ. വാട്ട് അബൌട്ട് വളരെ ഷുഗർ ആയിട്ടുള്ള അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ എങ്ങനെ കഴിക്കാൻ പറ്റും? ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അവരെങ്ങനെ കഴിക്കും? ആർക്കും കഴിക്കാമെന്ന് പറയുമ്പോൾ താങ്കൾ അത് വ്യക്തമാക്കണം. ഇനി അതിന് ഷുഗർ ഫ്രീ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും ഇതിനൊരു കൗണ്ടർ ഇപ്പൊ തന്നെ വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അവർക്കും കഴിക്കാം. ആ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ആ സർപ്രൈസിലേക്കാണ് നമ്മൾ പോകുന്നത്. പാചകം ഒരു കലയാണ്. ആ കലാകാരനാര്, ആ കലാകാരിയാര് ഈ കേക്കിന് പിന്നിലുള്ളത് എന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അവരിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് കണ്ട വെറൈറ്റി ഓഫ് ഡിസ്പ്ലേ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ല ഇവരുടെ തന്നെ ഒരു വളരെ വൈഡ് റേഞ്ചിലുള്ള വെറൈറ്റി ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത്. സാധാരണ കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വെള്ളം ഓർമ്മ ബ്ലാക്ക് ഫോറസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരാറുണ്ട് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും എല്ലാം ഉണ്ട്. അതിന് പുറമെ ആയിട്ട് റെഡ് വെൽവെറ്റ്, പിന്നെ ബ്ലൂബെറി ചീസ് കേക്ക്, അതുപോലെ തന്നെ ചോക്ലേറ്റ് മോസ്, ഡബിൾ ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കേക്ക്സ് ഉണ്ട്. അതിന് പുറമെ ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഒരു ടിഷ്യൂ എന്തെങ്കിലും കൊണ്ടുവരണം. എപ്പോഴും നമുക്ക് കൊതി വന്നിട്ടേ എപ്പോഴും നിറഞ്ഞു പോവുക. അതിന് പുറമെ ട്രിഫിൾസ്, പിന്നെ പേര് മറന്നുപോയി, കുഴപ്പമില്ല. ടാറ്റോ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്പ്രെഡ് ഇവിടെ ഉണ്ട്. കേക്ക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പം നമ്മൾ ആർക്കാണെങ്കിലും കേക്ക് ഇഷ്ടപ്പെടാണ്. പിന്നെ കേക്ക് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ കൂടെയാണ്. എപ്പോഴും കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയിരുന്ന എന്തെങ്കിലും നല്ല സെലിബ്രേഷൻ ആയിരിക്കും. നമ്മുടെ ബർത്ത്ഡേ ആണ് ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ ആണ് നമുക്ക് ഓർമ്മ വരിക. കാരണം നമ്മുടെ ഓരോ വർഷം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ ഓരോ വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അതിന് സാക്ഷ്യം വെക്കണത് കേക്ക്. ബർത്ത്ഡേ എന്നായിരുന്നു നമ്മൾ ഓർമ്മയുണ്ട്. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് 37th ഇതിന്റെ 60ാമത് ഒറിജിനലി ഒരു 37, 38. രഞ്ജിത്തിന്റെ 60ാമത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുമിച്ചോ? അങ്ങനെ 60 ഡോണ്ട് ഡു. ഓക്കെ, അത് നോക്കൂ. കേക്കുകളുടെ വെറൈറ്റി കണ്ടു. അതിന് പുറമെ ആയിട്ട് തന്നെ കേക്കുകൾ കൊണ്ട് നേട്ടം ഉണ്ടാക്കിയ ഒരാളാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചി. നമ്മുടെ ബേക്കേഴ്സ് വോക്കിന്റെ ഓണറാണ് ലക്ഷ്മി ചേച്ചി. അപ്പോൾ ലക്ഷ്മി ചേച്ചി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് പല പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഇത്. അതായത് ഒരാൾ പൊക്കത്തിലൊരു കേക്ക്, ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടി ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണ്. 5 അടി പൊക്കത്തിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അതും ബ്രൈഡിന്റെ ഗൗണിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി. അതെ, വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും അതിൽ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം. നല്ലൊരു കലാകാരന് മാത്രമേ ഇങ്ങനൊരു സൃഷ്ടിയൊക്കെ ഉണ്ടാക്കാൻ തോന്നത്തുള്ളൂ. അത്രയും വളരെ അപ്പോൾ നമ്മൾ ആ ഒരു സർപ്രൈസ് ഇടുകയാണ്. നമ്മൾ രജനീകാന്തിനെ കാണിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മളിപ്പം ആ ബ്രൈഡിനെ കണ്ടു, അത് എല്ലാ പത്രങ്ങളും ഞാൻ കവർ ചെയ്ത് എല്ലാവരും എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കൊച്ചി മൊത്തം വാർത്തയത്. പക്ഷെ നമ്മുടെ സാധാരണ കേക്ക്, റൗണ്ട് കേക്ക്, സ്ക്വയർ കേക്ക് എന്നുള്ളതിന് ഒരു മാറ്റം വരുത്തിയത് ഇതാണ്. അതായത് ഒരു പപ്പിയുടെ ഷേപ്പിലുള്ള ഒരു കേക്ക്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് കേക്കാന്ന് പറയില്ല, ഒറിജിനൽ പപ്പി പോലെ ഇരിക്കുന്നുണ്ട്. ഇത് വളരെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഡോഗിന്. ഈ ഡോഗ് ലാലേട്ടന്റെ സൈബീരിയൻ ഹസ്കി. ലാലേട്ടനുണ്ട് സൈബീരിയൻ ഹസ്കി. ആ സൈബീരിയൻ ഹസ്കിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ഇവിടുന്ന് ചെയ്യിപ്പിച്ചതാണ്. അതിന്റെ അതേ ഷേപ്പിൽ. ഇത് ലാലേട്ടന്റെയാണ് സൈബീരിയൻ ഹസ്കി. കണ്ടോ, പുള്ളി നോക്കുന്നത് തന്നെ എന്നൊരു സ്റ്റൈലിൽ അല്ലേ? കണ്ടോ, സൈഡൊക്കെ ചരിഞ്ഞിരിക്കുന്നത്. ആ സൈബീരിയൻ ഹസ്കി ഇങ്ങനെ ഒന്ന് ചരിഞ്ഞായിരിക്കുന്നത്. ഹായ് മാഡം, വെൽക്കം. അങ്ങനെ ഫൈനലി നമ്മുടെ സർപ്രൈസ് അത് എൻഡ് ചെയ്യുകയാണ്.
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്മി ചേച്ചി. ചേച്ചി ഈ വീട്ടിലൊക്കെ എഴുതി വെക്കൂലേ, ദേവി വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ലക്ഷ്മി ചേച്ചി ബേക്കേഴ്സ് വാക്കിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയാം. ലക്ഷ്മി ചേച്ചി വെൽക്കം. ഞാൻ ഒരു കാര്യം കോംപ്ലിമെന്റ് പറഞ്ഞോട്ടെ, ആദ്യമേ പറഞ്ഞിട്ട് പറയുക. നമ്മൾ ചില ജോലികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ആ ജോലി പെട്ടെന്ന് ആ ജോലിയുടെ റിഫ്ലക്ഷൻ മുഖത്തും വരും. എസ്പെഷ്യലി നമ്മൾ പീഡിയാട്രീഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പീഡിയാട്രീഷ്യന്മാരുണ്ട് കുട്ടികളുടെ അതേ മുഖമുള്ള, എത്രയായാലും അവർക്ക് വയസ്സാവും, ഒരു കുട്ടിത്തോണ്ടാവും. അതുപോലെ തന്നെ കേക്കുകൾ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഒരു കേക്ക് പോലെ ഉണ്ട്. സത്യമാണ് ചേച്ചിയെ കാണാനായിട്ട്. അല്ല സത്യമായിട്ട് തോന്നില്ലേ? ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് ചേച്ചി, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. സാർ എക്സ്ക്യൂസ് മീ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കേക്ക് മേക്കിങ്ങിലോട്ട് വരാനായിട്ട് ലക്ഷ്മി ചേച്ചിയെ പ്രേരിപ്പിച്ച ഘടകം? അതുപോലെ തന്നെ ഈ കേക്ക് മേക്കിംഗ്, കേക്ക് ഉണ്ടാക്കണം, അതെങ്ങനെയാണ് ഉള്ളിൽ നിന്ന് തോന്നിയത്? എന്ന് മുതലാണ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് കേക്കിനോടുള്ള ഈ ഒരു പ്രണയം ആരംഭിച്ചത്? ഞാൻ എന്താ പറയുക, ആദ്യം വർക്ക് ചെയ്യായിരുന്നു, ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ബാങ്കിൽ ജോലി വിട്ടു ഇതിനു വേണ്ടിയിട്ട്? ഓക്കെ. കുട്ടിയായപ്പോൾ എനിക്ക് വർക്കും അതുപോലെ വീട്ടിലത്തെ ഇതും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ ടൈമിൽ തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കേക്ക് തപ്പി നടന്നപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കേക്കൊന്നും ഇവിടെ കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതേ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ സെയിം തിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ഫൈനലി ആയി കഴിഞ്ഞിട്ടു കേക്ക്, ഈ റീസൺസ് എല്ലാം കൊണ്ട്. ആൻഡ് പിന്നെ നേരത്തെ വരയ്ക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം ഇതില് കുറച്ചൊരു ആർട്ടും ഉണ്ട്. അങ്ങനെ ചേച്ചിയുടെ ഒരു ബാല്യകാലം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ നസീർ സിനിമകളിൽ കാണുന്ന പോലെ നമ്മൾ ഓർമ്മ ഇങ്ങനെ ചുറ്റി പോകൂലേ? ചേച്ചി ചെറുതായിരിക്കുമ്പോഴത്തേക്കും ചേച്ചി ആദ്യം ചെയ്തിട്ടുള്ള ഈ മണ്ണൊക്കെ വെച്ചൊരു അപ്പമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ കുട്ടികളും ഇവിടുത്തെ കേക്കിൻ്റെ പ്രത്യേകത എന്താണ്? ടു ബി ഓണസ്റ്റ്, നമ്മൾ സാധാരണ ഒരു സ്വന്തം ബ്രാൻഡ് ആയതുകൊണ്ട് പറയാതല്ല, ഓണസ്റ്റ് ആയിട്ട് മാഡം പറയുക. കാര്യം ഞങ്ങൾ ഇവിടുന്ന് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു, അപ്പോൾ അതിൽ ഒരു ഓണസ്റ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പറയും. ഒന്ന് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കണില്ല. പിന്നെ പ്യുവർ ബട്ടറാണ് ഇതൊക്കെ. അതായത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന സംഭവം ഇതിലില്ല. പിന്നെ പ്രീമിക്സുകളൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ തന്നെ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇപ്പം മാക്സിമം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് എല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ കേക്കിലൊക്കെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് വരുന്നുണ്ടോ? വി എം സുധീരൻ സാറിന് പേടിച്ചിട്ടാണോ? അല്ലാതെ ഇവിടെ ചേർക്കാറില്ല. ഈവൻ നമ്മുടെ ക്രിസ്മസ് കേക്ക് ഉണ്ടല്ലോ, അതില് ശരിക്കും നമ്മൾ റമ്മിലാണ് സോക്ക് ചെയ്യണത്. അങ്ങനെ പറയാറുണ്ട്, ഈ റമ്മിൽ സോക്ക് ചെയ്ത്. അതടക്കം ആൽക്കഹോൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ആൽക്കഹോള് പലർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. കുട്ടികൾ ഇതൊക്കെ കഴിക്കുന്നതാണ്. ശരിയാ, കറക്റ്റ്. അവരറിയാതെ ഇത് കഴിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് അറിയാണ്ട് ആൽക്കഹോൾ അതെ റമ്മ് ചേർക്കാറുണ്ടെന്നുള്ളത് കുറെ ആൾക്കാർ ബേക്കിംഗ് പ്രോസസ്സിലൊക്കെ പറയാറുണ്ട്. പെയിന്റിംഗ് ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ കാർട്ടൂൺ കേക്ക്സിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്സ് അല്ലേ? നമ്മുടെ നാട്ടില് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു സംഭവം, വലിയ ഇതായിട്ട് ആഘോഷിക്കുന്നത്. അതിന് ഒബ്വിയസ്ലി കാർട്ടൂൺ കേക്ക്സ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇപ്പൊ നമ്മൾ തന്നെ, ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഒരു ബർത്ത്ഡേക്ക് എന്റെ തന്നെ ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത്തരത്തിലൊരു മനോഹരമായ കേക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. മനോഹരമായിട്ടുള്ള കേക്ക് നിന്റെ ഫോട്ടോ വെച്ച്. അതെ, അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വെച്ചിട്ട്, അതുകൊണ്ട് അകത്ത് കയറിയാൽ നമുക്ക് ആക്രമിക്കാം. ഓക്കെ മാഡം, ഈ ഇതുവരെ ഉണ്ടാക്കിയ കേക്കുകളിൽ മാഡം ഇപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ഇവിടുത്തെ ഒരു ട്രംപ് കാർഡായിട്ടൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു കേക്ക് ഏതാണ്? എന്താണ്? ടാറ്റ ട്രിഫിൾസ്. ഇതിനൊക്കെ പേരിടുന്നത് ആരാണ്? ലാക്ക് ഓഫ് കേക്ക് നോളജ് പോട്ടെ. ടാറ്റ ട്രിഫിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ്സിലോ ജാറിലോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് ട്രിഫിൾസ് എന്ന് പറയുന്നു. ആൻഡ് അതിന്റെ എന്താ പറയുക കോമ്പിനേഷൻസ് ആണ് നമ്മൾക്ക് പുതിയതായിട്ട് ട്രൈ ചെയ്യാം. ബനാഫി എന്നൊക്കെ പറഞ്ഞത്. ഇത് തുറന്നോട്ടെ. ഓക്കെ, നല്ല പായസം വച്ചേക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇത് ഏതാണ് മാഡം? ഇതല്ലേ? ഇത് ഡാർക്ക് ചോക്ലേറ്റ്.
ഇത് ചോക്ലേറ്റ് ആൻഡ് കാരമൽ. ഓ ചോക്ലേറ്റിന് കാരമൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പായസം ഇല്ലേ, കടല പായസം അതുപോലെ ഉണ്ട്. ഓ സ്പൂൺ വരെ കേക്ക് ആണല്ലേ, ഫുൾ കേക്ക് അല്ലേ? ഇവിടുന്ന് കഴിച്ചു തുടങ്ങാമല്ലോ. ഇത് കേക്കാണോ ഈ കപ്പ്? ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ല, ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ലല്ലോ. ഇല്ല, അത് കളയേണ്ടത്. ഓക്കെ. ഇത് മാഡം ഒറിജിനലാണോ? ഫ്രൂട്ട്സ് ആണോ? ഒറിജിനലാണോ? അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് മാതളമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പേരെന്താ? കിവി. ഇത് ഫ്രഷ് ഫ്രൂട്ട്സ്. ഈ കിവി ഒക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടഡ് ആണ്. ഇവിടെയൊക്കെ കിട്ടും. ഷോപ്സിൽ. അപ്പോൾ ഇതാണ് വളരെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നത്. ഈ കുട്ടികളൊക്കെ വരുമ്പോഴേ സാധാരണ എപ്പോഴും പറയാറുണ്ട്, കുട്ടികളെ ഒന്നും അധികം ഇത് കേക്ക് കഴിക്കരുത്, പേസ്റ്റ് കഴിക്കരുത്, ഓറിയോ കഴിക്കരുത്, പല്ലൊക്കെ കേടാവും എന്ന് പറഞ്ഞു. അത് ശരിയാണോ? പക്ഷെ കുട്ടികളല്ലേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനത്. കറക്റ്റ്. വലിയൊരാളുടെ കയ്യിൽ ചോക്ലേറ്റ് കൊണ്ട് മാഡത്തിന്റെ വാവയുടെ പേരെന്താണ്? അർജുൻ. അർജുനാണ് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ബോയ് കേട്ടോ. കാര്യം എന്ന് പറയുമോ, ഇത് ഒരിക്കലും ഇത് കഴിക്കണ്ടെന്ന് അമ്മ പറയത്തില്ല. അപ്പൊ അത് അതെ, അപ്പൊ അത്രയും ഒരു അർജുനുണ്ടോ ഇവിടെ? ഇല്ല. അല്ല, ആളിടയ്ക്ക് വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ടോ? പക്ഷെ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എപ്പോഴും കഴിക്കുന്നില്ലേ അല്ലേ? കണ്ട് അതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ കേക്കൊക്കെ സ്ട്രോബെറി. ഓ സ്ട്രോബെറി കേക്ക് ഭയങ്കര കളർഫുൾ ആണ്. വാവ്, സ്ട്രോബെറി കേക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. വാവ്. ഇതൊക്കെ എങ്ങനെയാ പെർ kg റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇതൊക്കെ ഫ്രഷ് ഫ്രൂട്ട് കേക്ക്, ഫ്രഷ് ക്രീം കേക്ക്സ് ആണ്. ഇതിന്റെ പെർ kg അറൗണ്ട് 1000-1200 ആ ഒരു റേറ്റിലാണ്. ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ. ഏത് കഴിക്കാം? വളരെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി നമ്മള്. ഈ ചോട്ടാ ഭീമിനാണ് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നത്. മാഡം അത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കേക്ക്സ് എടുക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ചോട്ടാ ഭീം പോകുമ്പോഴത്തേക്ക് അവസാനം വളരെ സൂക്ഷിച്ച് പ്ലേസ് ചെയ്ത്. ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ കേക്ക് ശരിക്കും വാങ്ങാൻ വരുന്നതിൽ പേഴ്സൻറ്റേജ് ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ്? ഫ്രഷ് ക്രീം കേക്ക്സ് യങ്സ്റ്റേഴ്സ് ആൻഡ് ഡിസൈനർ കേക്ക്സ് മെയിൻലി ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ബർത്ത്ഡേ, അപ്പൊ ഒരു 30s ലേറ്റ് 20s ആ ഒരു യങ് കപ്പിൾസ് അവരാണ്. പിന്നെ ഉള്ളത് 60th ബർത്ത്ഡേ സെലിബ്രേഷൻ, അങ്ങനെ ഇതാണ് ഏറ്റവും കൂടുതൽ വേണം. എന്തുകൊണ്ട് കേക്ക്സ് ഒരു എക്സ്റ്റൻഷനിലോട്ട് പോയില്ല, കേക്ക്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന? അങ്ങനെ ഇതിലൊന്നും ഒരുപാട് ചെയ്യാനുണ്ട്. ലേറ്റർ ഓൺ എനിക്കറിയില്ല, ബട്ട് ആസ് ഓഫ് നൗ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് ഇതിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, അതിനുശേഷം വീണ്ടും ചോക്ലേറ്റ് ഉണ്ട് അല്ലേ? ചോക്ലേറ്റ് ട്രിഫിൾ എന്നാണ് ഇതിന് ഒറ്റ വാക്കിൽ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ചോക്ലേറ്റ് ട്രിഫിൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോഴേ ഈ ഡബിൾ ചോക്ലേറ്റ് ട്രിഫിൾ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. എന്ത് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം മിസ് ചെയ്യരുത്, നിർത്താൻ തോന്നത്തില്ല കേട്ടോ കഴിച്ചിട്ട്. ഞാനത് കണ്ടിന്യൂ ചെയ്യാം. ആ ദൃശ്യം ഇനി അപ്പം രഞ്ജിത്ത് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും രഞ്ജിത്തിന്റെ പായസം, രഞ്ജിത്തിന് കണ്ടപ്പോൾ തന്നെ പായസം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് പായസം പോലെ ഉണ്ട്. പായസം ശരിക്കും ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പായസം പോലെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ പേര് കാരമൽ ട്രിഫിൾ ആണ് അല്ല, ചോക്ലേറ്റ് കാരമൽ ട്രിഫിൾ ആണ്. കാരമൽ ട്രിഫിൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. കിട്ടുന്നില്ല, കാരണം എനിക്കത് മുഴുവൻ കഴിച്ച് തീർന്നിട്ട് പറയാന്ന് കരുതി. ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് ഇത് അടിച്ചുകൊണ്ട് പോകും. അപ്പൊ അതിന് മുന്നേ എനിക്ക് തന്നെ കഴിച്ചു കിട്ടണം. അത്ര ടേസ്റ്റിയാ. ചേച്ചി അടിപൊളി, ഒരു രക്ഷയില്ല. പായസത്തിൽ ടേസ്റ്റ് ഉള്ളോ അതോ എങ്ങനെയാണ്? ഫുൾ ചോക്ലേറ്റ്, പ്യുവർ ചോക്ലേറ്റ് ആണോ? പ്യുവർ ചോക്ലേറ്റ്. ശരി, ബാക്കി വെച്ചേക്കോ, ഞാൻ ആലോചിക്കാം. ഞാൻ കഴിച്ച് തീർന്നിട്ട് ആലോചിക്കാം. അപ്പൊ വേറൊരു സംഭവം ഉണ്ട്. അതടിച്ചോണ്ട് പോയി ഫ്രൂട്ട്സ് ആണ്. മാതളം ഇട്ടിട്ടുണ്ട്, കിവി ഇട്ടിട്ടുണ്ട്, പിന്നെ അതിൽ ക്രീംഡ് ലെയർ ആണ്, കേക്ക് ഉണ്ട് അല്ലേ? ഇതിന്റെ പറയുന്ന പേര് ഫ്രഷ് ഫ്രൂട്ട്. ഇതിന്റെ രുചി മാത്രമല്ല കേട്ടോ, ഒരു ഭംഗിയും കൂടെ ഉണ്ട്. ഈ മാതളമൊക്കെ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ഒരു മിക്സപ്പ്, മാതളവും കിവിയായിട്ടുള്ള കോമ്പിനേഷൻ, അത് കഴിഞ്ഞ് വൈറ്റ്, നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വെച്ചോണ്ടിരുന്നതാണ്, അത് അടിച്ചോണ്ട് പോയി. ഞാൻ ഈ ഡെയിലി കിവി കഴിക്കാറുള്ളതുകൊണ്ട് അധികം ഒന്നും ഇത് തോന്നുന്നില്ല. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കേട്ടോ, നല്ല
ഫ്രൂട്ട് മിക്സ് ചെയ്ത് സ്പെഷ്യലി കിവിയും മാതളവും കൂടെയുള്ള മിക്സ് പിന്നെ ഈ ക്രീമിഷും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്. അങ്ങനെ ഒരു പരിപാടി. ഇത് ശരിക്കും നമ്മളൊരു മാഡം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും വേറൊരു ചൊല്ലുണ്ട്, ടു ഒരു മാൻ സക്സസ് ദർ ഇസ് എ വിമൻ ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു ദിസ് വിമൻ സക്സസ് ഹൂ ഇസ് ബിഹൈൻഡ്? obviously husband and always. ഓക്കെ, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ നമുക്ക്? Oh yes. അപ്പോൾ ഈ ലവ്ലി കപ്പിൾ ഇസ് ബിഹൈൻഡ് ബേക്കേഴ്സ് വോക്ക്. നമ്മളിവിടെ കയറി വന്നപ്പോഴത്തേക്കും ദൃശ്യ ഒരു വിളിച്ചു, എടാ ഞങ്ങൾക്ക് എന്ത് നല്ല ചുള്ളം പയ്യനല്ലേ എന്ന്. അപ്പോഴേ ഞാൻ വിചാരിച്ചത് ആരാണ്, ഒരു അസൂയോട് ഞാൻ നോക്കിയെങ്കിൽ ചേച്ചിയുടെ ബ്രദറാണ്. ബ്രദർ മാത്രമല്ല ഒരു പാർട്ട്ണർ കൂടിയാണ്. പേര് രാമോഹൻ. ഈ കുട്ടി അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ക്ലയൻസിന് ഒരു സ്പെഷ്യൽ തിങ് എന്തെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് റാമിന്റെ ഒരു സജഷൻ ആയിട്ട്? ഒരുപാട് ഓക്കെ, അത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് റാം സജസ്റ്റ് ചെയ്തതാണ്. ഇതെനിക്ക് റാം സ്പെഷ്യലായിട്ട് സജസ്റ്റ് ചെയ്തതാണ്. കേക്കിൽ ഒരു സ്വീറ്റും ഒരു പുളിപ്പും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അത്. ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് പുളി അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് പുളി ലൈക്ക് ഇതിങ്ങനെയല്ല കഴിക്കാനുള്ളത്. വാഫിൾ അല്ല ശരി. ഇങ്ങനെയാണ് കഴിക്കാനുള്ളത്. സാധാരണ നമ്മൾ പാചകം ഒരു കലയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും കേക്ക് ഉണ്ടാക്കുന്ന ഒരു കലയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അത്രയും വെറൈറ്റിയാണ്, ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ച്. അപ്പോൾ എന്താണ് ഈ ഡിസൈനർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് എന്തൊക്കെയാണ് വരുന്നത് ആക്ച്വലി? അല്ല, ഓരോരുത്തർക്കും എൻ്റർലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രസമാണ്, വെറൈറ്റി സാധനങ്ങൾ ചെയ്യാൻ കിട്ടുന്നത്. ഒബ്വിയസ്ലി നമുക്ക് ഒരു മടുപ്പ് വരുന്നില്ല. ആൻഡ് ഓരോ പുതിയത് ചെയ്യുന്നതിൻ്റെ ഒരു രസം എന്തായാലും ഉണ്ട്. അതുപോലെ മാം ജയേട്ടൻ്റെ ഒരു ഷോയിൽ ആടിൻ്റെ ഒരു കേക്ക് അല്ലേ, അത് ഇവിടെ നിന്നല്ലേ ഉണ്ടാക്കിയത്? ഓക്കെ ഓക്കെ ഓക്കെ. ആടിൻ്റെ കേക്ക്, അതുപോലെ അവർക്ക് തന്നെ പുണ്യാള ഗർഭവതീസിൻ്റെ അതതിൻ്റെ സ്റ്റോറി ബേസ് ചെയ്ത് ആടിൻ്റെ ഷേപ്പില് കേക്ക്. അങ്ങനെ പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, അവരിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ കേക്കിനെ കുറിച്ച്? ഒബ്വിയസ്ലി അവരൊക്കെ നല്ലോണം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എന്ത് വേണം അവര് പറഞ്ഞു തരും അല്ലേ? അപ്പൊ അവരുമായിട്ടുള്ളൊരു കൺസൾട്ടേഷന് ശേഷമാണ് കുഴപ്പമില്ല. അതിപ്പോ പൊതുവെ എല്ലാ ഡിസൈനർ കേക്ക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫോൺ കോളിൽ കഴിയില്ല. 2-3 പ്രാവശ്യം വിളിച്ച് സംസാരിച്ച് കുറെ പിക്ചേഴ്സ് അങ്ങോട്ടും അത് ചെയ്ത് ഫൈനലി നമ്മളൊരു ഡിസൈനിലെത്താം. അതുപോലെ ഒരു സദ്യയുടെ ഒരു കേക്ക് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിക്ചർ കണ്ട് ഒറിജിനൽ സദ്യ ആണെന്ന് തോന്നും അല്ലേ? അപ്പം അത് അങ്ങനെ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഒരിക്കൽ ബ്രോഷറിൽ നമ്മുടെ കേക്ക് ഷോപ്പിന്റെ ബ്രോഷറിൽ ആ പിക്ചർ ഇട്ടിട്ട് ഒരാൾ ഒരു സൺഡേ വിളിച്ചിട്ട് നിങ്ങൾ കേറ്റർ ചെയ്യേണ്ട ഫുഡ് ഊണുണ്ടോ ഉച്ചയ്ക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി വെരി ഹാപ്പി. അങ്ങനെ ഒരു അതിന്റെ ഒരു സന്തോഷം. പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് ഒരു വലിയ ഗോപുരം പോലെയൊക്കെ വെച്ചിട്ട് അത് ടബേന്ന് താഴെ വീണ് ഒരു പൊട്ടി അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും അല്ല? അത് എന്താണെന്ന് അറിയാം സംഭവം. നേരത്തെ വന്ന ഉടനെ തന്നെ ഇവിടെ നല്ലൊരു കേക്ക്, നല്ല ഭംഗിയുള്ള ഒരു കേക്ക് ഇവിടെ ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കയറി വന്ന ഉടനെ തട്ടി മറിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അത് ഞാനാണ്. അതല്ലാതെ എപ്പോഴെങ്കിലും ഒരു അനുഭവം അത് തന്നെയാണ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു ഉണ്ടാക്കിയത്? അയ്യോ, ശരിക്കും ഒന്ന് തകർന്നോ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലേ നമുക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഫെവിക്കോളൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ കേക്കിന്റെ കാര്യത്തിൽ ഒന്നും പറ്റില്ല. അത്രയും മണിക്കൂർ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒബ്വിയസ്ലി ക്ലയന്റിന്റെ അടുത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഒരു ഫംഗ്ഷൻ മെയിൻ അത് കേക്ക്
അത് പോയി വരുന്ന ആർക്കാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാഡം ഹാറ്റ്സ് ഓഫ് കേട്ടോ, റിയലി ആ ഒരു പാഷൻ മാഡത്തിൻ്റെ സംസാരിക്കുന്നതിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ജോലി ആയാലും അത് ഒരു പാഷനോടുകൂടി ചെയ്യുക എന്നുള്ളത് അത് ശരിക്കും മാഡം പറഞ്ഞു തരുമ്പോൾ തന്നെ ഈ കേക്സിൻ്റെ കാര്യം നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പേർക്ക് മാഡം ഒരു പ്രചോദനമാവട്ടെ, പറയട്ടെ. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാവും, അതുകൊണ്ട് ഒരുപാട് പേര് ഇതുപോലെ മാഡം ഒരു വലിയ ചലഞ്ചാണ് ജോലിയൊക്കെ വിട്ടിട്ട്. അത് വല്ല കസ്റ്റമേഴ്സിന് എന്തായാലും ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധം. അതൊരു നല്ല ഒരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് കണ്ടിട്ടുള്ളത്. കാര്യം മാഡം പറഞ്ഞത് തന്നെ കുഞ്ഞുങ്ങളല്ലേ കഴിക്കുന്നത്, അപ്പോൾ അവർക്ക് അത്രയും പ്യുവർ ആയിട്ടുള്ള സംഭവം കൊടുക്കുക എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇനി നമ്മുടെ ഒരുപാട് പ്രേക്ഷകരും നമ്മുടെ ഇതുവഴി വാക്ക് ചെയ്ത് വരും. ബേക്കേഴ്സ് വാക്കിലേക്ക് ഇതൊക്കെ ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. നല്ല എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് സൂപ്പർ. അതാരാ ചെയ്തത് ഇൻറ്റീരിയേഴ്സ്? ഞങ്ങൾ തന്നെ ചെയ്യും. ആണോ? നല്ല രസമുണ്ട്. അത് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഒരു കളർ തീമും നല്ലതാണ്, ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും എല്ലാം കൂടെ. അതുപോലെ തന്നെ ഈ കോഡ്സ് ഒക്കെ ആരുടെ ഐഡിയ ആണ്? എല്ലാം ഞങ്ങൾ തന്നെ. ഗൂഗിൾ ഒബ്വിയസ്ലി ഗൂഗിൾ ഗുരു IIM തന്നെ. അപ്പൊ അത് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സ് പോലും വരുന്നുണ്ടോ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്? എനിക്ക് കോഡ്സ് ഇല്ല, ഞാനൊന്ന് എവിടെ എത്തി കാണത്തില്ല. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നുപോയി. താങ്ക് യു. പേര്? കൃഷ്ണദാസ്. പേരിലൊരു കൃഷ്ണനുണ്ട്, മധുരമായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഇല്ലേ? പേരും ആളുമായിട്ട്. ലക്ഷ്മി ചേച്ചിക്കും ഫാമിലിക്കും ഈ ഒരു ബിസിനസ് റൺ ചെയ്യാൻ എല്ലാ സപ്പോർട്ടും എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഒരാളാണ് കൃഷ്ണ. സോ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ദിവസത്തെ വാക്കിംഗ് എന്തായാലും ഡെഫിനറ്റ്ലി നമ്മുടെ ബേക്കേഴ്സ് വാക്കിൽ കല്ലൂരിൽ ആയിക്കോട്ടെ.